ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിങ്ങും ബെറ്റർ സെൻറ്റിമെൻറ്റും തന്നെയാണ്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ല വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ക്ലോസിങ്ങിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. എൻവിഡിയ, ആമസോൺ, ആപ്പിൾ ഈ കമ്പനികളുടെ സ്റ്റോക്കുകൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉണ്ടാക്കുന്ന വെസ്റ്റേൺ ഡിജിറ്റൽ, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ എക്യുപ്മെൻറ്റ് ഉണ്ടാക്കുന്ന അപ്ലൈഡ് മെറ്റീരിയൽസ്, ഈ രണ്ട് സ്റ്റോക്കുകളും ബെറ്ററാണ്. അതേസമയം സാൻഡിസ്ക്, മൈക്രോൺ, സീഗേറ്റ്, ഒറാക്കിൾ ഈ കമ്പനികളൊക്കെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇറാനും US തമ്മിൽ ഒരു ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു ഇന്നലെ. അതിനുശേഷം ഗോൾഡ് പ്രൈസിലും സിൽവർ പ്രൈസിലും മറ്റ് കമോഡിറ്റികളുടെ പ്രൈസിലൊക്കെ വലിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് ഇന്നലത്തെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടാണ്. സിൽവറും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്ന് മോർണിംഗിൽ ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $4,888 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ്. അതോടൊപ്പം സിൽവർ ട്രേഡ് ചെയ്യുന്നത് $73.25 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ വീക്കാണ്. കമോഡിറ്റികളിൽ പൊതുവേ ഒരു സ്ലഗിഷ്നെസ് ആണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അടുത്ത തിങ്കളാഴ്ച വരെ ചൈനീസ് മാർക്കറ്റുകൾക്ക് അവധിയാണ്. സാധാരണ രീതിയിൽ ചൈനീസ് മാർക്കറ്റുകളിലെ കമോഡിറ്റികളുടെ ആക്ടിവിറ്റീസ് തന്നെയാണ് ഗ്ലോബലി വലിയ രീതിയിൽ കമോഡിറ്റികളെ ഇമ്പാക്റ്റ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ തിൻ വോളിയേ ഉള്ളൂ. അതോടൊപ്പം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ് ഈ കമോഡിറ്റികളിലെല്ലാം കാണുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ Q3 റിസൾട്ട് സീസൺ അവസാനിച്ചിരുന്നു. ഈ റിസൾട്ടിൻ്റെ ഓവറോൾ ഒരു അസസ്മെൻറ്റ് നമ്മൾ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മാർക്കറ്റ് നല്ല വൊളാറ്റിലിറ്റിയിൽ താഴെ വന്നതിന് ശേഷം 2 ദിവസങ്ങളിലും പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. Q3 റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളെല്ലാം തന്നെ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് നോക്കുകയാണെങ്കിൽ BHELന് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അറൗണ്ട് 1,500 കോടി രൂപയോളം വരും ഇതിൻ്റെ ഓർഡറിൻ്റെ സൈസ്. ഒപ്പം ഏഷ്യർ മോട്ടോഴ്സ്, TVS മോട്ടോഴ്സ് ഈ കമ്പനികളുടെ പ്രീമിയം മോട്ടോർ സൈക്കിൾസിന് വലിയ രീതിയിലുള്ള ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, സെയിൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ജനങ്ങളുടെ ഒരു ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോവർ കാറ്റഗറി മോട്ടോർ സൈക്കിളിൽ നിന്ന് പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 2 കമ്പനികളും തന്നെയാണ് R&Dയിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന കമ്പനികൾ. അതുകൊണ്ട് തന്നെ ഈ 2 കമ്പനികളും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. മാരുതി വിറ്റാര ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അഗ്രസീവ് പ്രൈസിങ്ങും അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ലോൺ ഫെസിലിറ്റിയൊക്കെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഓഫർ വെച്ച് നോക്കുമ്പോൾ, റണ്ണിങ് കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഹൈബ്രിഡ് വെഹിക്കിൾസ് തന്നെയായിരിക്കാം കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ലാഭകരമായിട്ട് ലോങ് റണ്ണിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം മാരുതി ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ ഈ വിറ്റാരയുടെ സെയിൽസ് കൂടുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. എന്നിരുന്നാലും പ്രൈസ് വളരെ അഗ്രസീവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. Q3 റിസൾട്ടുകൾ, നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നൊരു ഡിസിഷൻ ആയിരിക്കും നല്ലത്. ഒപ്പം PSU കമ്പനികളൊന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. ഗവൺമെൻറ് തീർച്ചയായിട്ടും എല്ലാ PSU കമ്പനികളുടെ അടുത്തും കൂടുതൽ ഡിവിഡൻഡ് ഡിമാൻഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ച് 31 മുമ്പ് PSU കമ്പനികൾ, നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള PSU കമ്പനികൾ കൂടുതൽ ഇൻ്ററിൻ ഡിവിഡൻറ്റും അതുപോലെ തന്നെ ആനുവൽ ഡിവിഡൻഡൊക്കെ ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ വേദാന്ത ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ സിങ്ക് ഈ 2 കമ്പനികളും ഇൻ്ററിൻ ഡിവിഡൻഡും ആനുവൽ ഡിവിഡൻഡും ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം വേദാന്ത ലിമിറ്റഡിൻ്റെ ഡീമർജർ റെക്കോർഡ് ഡേറ്റ് ഏത് ദിവസം വേണമെങ്കിൽ അനൗൺസ് ചെയ്തേക്കാം. മെയ് മാസത്തിൽ ഈ കമ്പനികളെല്ലാം തന്നെ ഡീമർജ് ചെയ്തു വരുന്ന കമ്പനികളെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളും വാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ന്യൂഡൽഹിയിൽ 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഉള്ള
ഇമ്പാക്റ്റ് സമ്മിറ്റ് നടക്കുന്നുണ്ട്, പല ന്യൂസ് ലോസും വരുന്നുണ്ട്. ആ ന്യൂസ് ലോസിനനുസരിച്ച് ഒരു പക്ഷേ പല സോഫ്റ്റ്വെയർ സ്റ്റോക്കുകളിലും ചെറിയ മുന്നേറ്റമൊക്കെ കണ്ടേക്കാം. പക്ഷേ ഇമ്പാക്റ്റ് വലിയ രീതിയിൽ സോഫ്റ്റ്വെയർ സെക്ടറിനെ ഡിസ്റപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് വീണ്ടും കൂടാനുള്ള സാധ്യതകളാണ്, ഡിസ്റപ്ഷൻ കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് വേണം സോഫ്റ്റ്വെയർ സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്യാനായിട്ട്. തങ്ങളുടെ കയ്യിൽ നല്ല രീതിയിലുള്ള സോഫ്റ്റ്വെയർ സ്റ്റോക്കുകളുടെ ഹോൾഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറ്റ് എവരി റൈസിൽ അറ്റ്ലീസ്റ്റ് 50% എക്സിറ്റ് ചെയ്യാവുന്നതാണ്, മറ്റ് സെക്ടർ സ്റ്റോക്കുകളിലേക്ക് മാറാവുന്നതാണ് എന്നുള്ളൊരു സജഷനാണ് എനിക്ക് നൽകാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് സെക്ടറുകളെന്ന് പറയുമ്പോൾ ടൂളുകളെ കണ്ട് പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കുന്ന ധാരാളം സെക്ടേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഹൈടെക് എഞ്ചിനീയറിംഗ് സെക്ടറുകൾ, അതുപോലെ തന്നെ ടൂൾസ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. അതോടൊപ്പം തന്നെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് കമ്പനികൾ, ഇത്തരത്തിലുള്ള കമ്പനികളിലേക്കൊക്കെ ഈ സോഫ്റ്റ്വെയർ സ്റ്റോക്കിൽ നിന്ന് തങ്ങളുടെ പൊസിഷൻ സ്വിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻ്റ് ആണെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും Q3 റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സെൻറ്റിമെൻ്റ് ആണ്. നമ്മുടെ വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും അട്രാക്റ്റീവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ ബൈങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അടുത്ത ദിവസങ്ങളിൽ ഒത്തുതീർന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഓവറോൾ ഗ്ലോബലി ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അമേരിക്കൻ മാർക്കറ്റിൻ്റെ Q4 റിസൾട്ടുകളുടെ ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്നത് അറൗണ്ട് 5 to 6% താഴെയാണ് കമ്പാരിറ്റീവ് വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ അമേരിക്കയിലും ഒരു പക്ഷേ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.